ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാർ ഇന്ന് വേറെ വീഡിയോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഗെയിമിൽ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാർ ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ജി സിയുടെ ഡിസ്കൗണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ 180 രൂപയ്ക്ക് നമ്മൾ കൊടുത്ത് നമുക്ക് 500 GC നമുക്ക് 3 ടൈമായിട്ട് മേടിക്കാം. അതേപോലെ തന്നെ 480 രൂപ കൊടുക്കാൻ നേരത്ത് 1500 GC 2 പ്രാവശ്യമായിട്ട് മേടിക്കാം. അതേപോലെ 1350 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5000 GC കിട്ടും. അത് നമുക്ക് ഒറ്റ ടൈമേ മേടിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു ഇവൻറ്റ് ഇപ്പോൾ വന്നുള്ളത് ഏകദേശം എത്ര ദിവസമാണെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എടുക്കണം. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ഇവൻ്റൊക്കെ ചിലപ്പോൾ നല്ല നല്ല ഇവൻ്റൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോഴേ ഒരു 480 എടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഏകദേശം വെർത്താണ്. അപ്പം 480 രൂപയ്ക്ക് നമ്മൾ എടുക്കാനായിട്ട് ഏകദേശം 1500 GC കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത അപ്ഡേറ്റ് നോക്കാം. മച്ചാന്മാർ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മളെ പഴയ ഇപ്പം കറണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻറ്റിൽ അടുത്തൊരു സ്ഥലത്തോട്ട് പോകണ സാധനമാണ് ഈ എനർജി ചലഞ്ചിങ്. അപ്പോൾ ഗൈസ് ഇത് നേരത്തെ ഓപ്പൺ ആവില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പം അത് ഓപ്പൺ ആയിട്ടുണ്ട്. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 12 മണിക്കൂർ അവർ കൊടുക്കും. അതിനുള്ളിൽ നമ്മൾ 1 മുതൽ 100 വരെയുള്ള സ്ഥാനത്ത് നമ്മൾ എനർജി ബൂസ്റ്റ് ചെയ്ത് അപ്പ് ചെയ്ത് നമ്മൾ എനർജി കൊടുത്ത് നമ്മളതിൽ കയറണമനുസരിച്ച് നമുക്കതിൽ 1 മുതൽ 100 പേർക്കുള്ളവർക്ക് നമ്മളതിൽ റിവാർഡ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് റിവാർഡ് വേറെ ഒന്നുമല്ല, നമ്മൾ എനർജി ചലഞ്ചിങ് വെക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എനിക്ക് 118 ഞാൻ ഹിറ്റ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അപ്ഡേറ്റ് വന്ന സമയത്ത് 118 ഹിറ്റ് കയറ്റിയ സമയത്ത് ഞാനിപ്പോൾ 61ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എനിക്കൊരു 5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ ലീഡിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ആൾ പ്രൈസ് ഉണ്ട് ഗൈസ്. ഈ ആൾ പ്രൈസിൻ്റെ അവിടെ എനിക്കിപ്പം 1 മുതൽ 10 വരെ ഉള്ളവർക്കാണെങ്കിൽ എനിക്ക് 28 ചാവി 150 പിന്നെ 500 കോയിന് പിന്നെ നമുക്കൊരു കാറ്, ഒരു ബെൻസിൻ്റെ കാറ്, അങ്ങനെ 100 വരെ. ഇപ്പം ഞാനിപ്പോൾ 61ആണ്. ഇപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് 5 ചാവി കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതിന് മേലെ എനിക്ക് കയറണം. അപ്പം 5 ചാവി 1500 കോയിനും കിട്ടും. അപ്പോൾ ഗൈസ് ഏറ്റവും നല്ലത് ഏറ്റവും ടോപ്പിൽ കയറാനാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ബെൻസ് കാർ നമുക്ക് കിട്ടും. അപ്പം റെയർ കാറായിരിക്കും ഗൈസ്. ഇത് അങ്ങനെ ആർക്കും കിട്ടില്ല. പെട്ടെന്ന് കയറണം. നമ്മൾ മാക്സിമം പൈസ കൊടുത്ത് ഹിറ്റ് ചെയ്താണ് കയറാനുള്ളത്. അപ്പോൾ ഗൈസ് രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മളെ ടാബിൻ്റെ അകത്ത് തന്നെ നമ്മളെ ഗ്രാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇന്ന് ബാങ്കിലോട്ടൊന്നും പോകണ്ട. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കോള് റീചാർജ് ചെയ്യാം. നമുക്ക് മറ്റുള്ള മെമ്പേഴ്സിന് പൈസ അയച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ആദ്യത്തെ ഓപ്ഷനിലാണ് നമ്മളെ ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോമുണ്ട്. ഹോമിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഇനി പെട്ടെന്ന് എവിടെയെങ്കിലും ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തോട്ട് ഓടണ്ട, നമ്മളെ ഫോൺ റീചാർജ് ചെയ്യാം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ് നമുക്ക് പേ അടയ്ക്കാം. അപ്പോൾ ഗൈസ് അതൊന്നും നമ്മൾ നേരെ ബാങ്കിലോട്ടൊന്നും പോകണ്ട. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി ഫണ്ട് ഇടാൻ വേണ്ടി മാത്രം നമുക്ക് ബാങ്കിലോട്ട് പോകണം. പിന്നെ ഗൈസ് നമ്മളെ ഗ്രാൻഡ് ബാങ്ക് നമ്മൾ മിനിഞ്ഞാന്നത്തെ അപ്ഡേറ്റ് വന്ന സമയത്ത് ഫുള്ള് മാറ്റിയായിരുന്നു. അപ്പോൾ ഗൈസ് അതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ കിട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത അതിൻ്റെ അകത്തോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അത് ഒരു രക്ഷയില്ല, വേറെ ലെവലാക്കി അവർ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് പോവാം. മച്ചാന്മാരെ ഞാൻ ഇപ്പോൾ യുസിനിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ യുസിനിയുടെ ഗ്രാൻഡ് ബാങ്ക്. അപ്പോൾ ഗൈസ് ഇതിനെയും കാട്ടി നല്ലതാണ് നമ്മളെ അർസമാസിലെ എൻട്രൻസ്. അപ്പോൾ അകത്തെല്ലാം ഒരേപോലെയാണ് ഗൈസ്. ഇതാണ് എന്നുവെച്ചാൽ ഒരു ഏകദേശം ഒറിജിനൽ ബാങ്ക് പോലെ രീതിയിലാക്കിയിട്ടുണ്ട്. നമ്മളെ നേരത്തെ ബാങ്ക് പോലെ അല്ല. നമ്മളിതിൽ ഗൈസ് ഇവിടെ ഒന്നും ഉപയോഗിക്കട്ടൊന്നും പറ്റിയൊന്നുമില്ല. ഇവിടെ ചെറിയ ATM പോലെ വെച്ചിട്ടുണ്ട്. ഇവരെ ആ ലോഗോ വെച്ചിട്ടുണ്ട്, പച്ച ലോഗോ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രാൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ സൈഡിലെന്താ കോഫി കുടിക്കുക ഗൈസ്. അവിടെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മെനു ഒക്കെ നോക്കാം ഗൈസ്. അത് കൊള്ളാം. ബൊമ്മയാണെങ്കിൽ കൊള്ളാം. നമുക്ക് കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. ഇങ്ങനെ ഓരോർക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കുക. അങ്ങനെ 4 സ്ഥലമുണ്ട്. അപ്പം ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം.
ഗൈസ് ഇതിൽ ഹോമിലാണ് നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്, ബാങ്കിൽ എത്ര ഉണ്ടെന്ന് അറിയണം. നമുക്ക് കയ്യിലുള്ള പൈസ നമുക്ക് തിരിച്ച് ബാങ്കിലോട്ട് ഇടാം. അതേപോലെ ബാങ്കിലുള്ള പൈസ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 5% ഇപ്പം കമ്മീഷൻ പിടിക്കണത്. അപ്പം നമുക്കിനി താഴെ മൊബൈലിൻ്റെ നോക്കാം. അതേപോലെ മൊബൈൽ റീചാർജ് ചെയ്തിട്ട് അതിൻ്റെ താഴെ നമുക്ക് നമ്മളെ ബിസിനസ് ഹൗസ് അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഗൈസ് 4ാമത്തെ നമ്മളെ പുതിയൊരു ഓപ്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ ട്രഷറി, നമ്മൾ വെച്ചാൽ ബാങ്കിലെ ട്രഷറിയാണ്. നമ്മളെ സേഫ് ഇടാതെ നമുക്ക് ട്രഷറിയിലോട്ട് ഇടാം. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ എനിക്ക് തോന്നണേന്ന് വെച്ചാൽ നമ്മളെ OCG നമ്മളെ ബാങ്ക് റോബർ ചെയ്യാൻ ചിലപ്പം സാധ്യത ഉണ്ട്. മനസ്സിലായി? ഇനി അടുത്ത അപ്ഡേറ്റിൽ അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടായിരിക്കും മാത്രം നമ്മളെ 4ാമത്തെ ഓപ്ഷൻ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ അതിൻ്റെ ട്രഷറിയിലോട്ട് അകത്തിടാം. അതപ്പോൾ പിന്നെ OCG എടുത്തുകൊണ്ട് പോകുമോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം. അപ്പോൾ ഗൈസ് ആ ഒരു ഓപ്ഷനും 4ാമത്തെ ഓപ്ഷനും അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെന്തായാലും കൊള്ളാം. നമുക്കുള്ള ബാങ്കിലുള്ള പൈസയൊക്കെ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാമത്തെ ഒറിജിനൽ ബാങ്ക് വരെ നമുക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് തരുമെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇപ്പം വന്ന അപ്ഡേറ്റ്. അപ്പം ഇനി കുറേ അപ്ഡേറ്റ് ഇനി അവർ വരാറുണ്ട്. നമ്മളെ ട്രെയിൻ വരാറുണ്ട്, പിന്നെ പുതിയ ബിസിനസ്, പിന്നെ ഗൺ ഷോപ്പ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ ഇനി ഉടനെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.